മാലദ്വീപും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ ഇമ്മീഡിയറ്റ് തുടക്കം ജനുവരി 4-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിക്കുന്നത് മുതലാണ്. തുടർന്ന് അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന്റെ പിക്ചർ പെർഫെക്റ്റ് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. നിങ്ങളൊരു അഡ്വഞ്ചർ ടൂറിസം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഡെസ്റ്റിനേഷനാണ് ലക്ഷദ്വീപ് എന്നതായിരുന്നു അതിൻ്റെ ക്യാപ്ഷൻ. മാത്രമല്ല 1000 കോടിയുടെ ഒരു പദ്ധതിയും ലക്ഷദ്വീപ് ടൂറിസം വികസനത്തിനായി പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി. ഇത് ഇന്ത്യൻ സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ച് ട്വിറ്റർ, വലിയ രീതിയിൽ ആഘോഷമാക്കി. ട്വിറ്ററിലെ റൈറ്റ് വിങ് ആർമി അഥവാ വലതുപക്ഷ ഹാൻഡിലുകൾ ഇത് മോഡി സർക്കാരിൻ്റെ ഒരുതരം സർജിക്കൽ സ്ട്രൈക്കാണ് എന്ന രീതിയിൽ പ്രചാരണം അഴിച്ചുവിട്ടു. സ്വാഭാവികമായിട്ടും ഒരു ഭാഗത്ത് സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടെങ്കിൽ അതിനൊരു എതിരാളി കൂടി ആവശ്യമാണ്. ഈ ഘട്ടത്തിലാണ് ഒരു ബീച്ച് ഡെസ്റ്റിനേഷൻ എന്ന രീതിയിൽ ഇന്ത്യക്കാരുടെ വളരെ പ്രിയപ്പെട്ട സ്ഥലമായിട്ടുള്ള മാലദ്വീപിൻ്റെ പ്രാധാന്യം ഇതോടെ ഇല്ലാതാവുകയും അതിനു പകരം ലക്ഷദ്വീപ് വരികയും ചെയ്യുമെന്നുള്ള പ്രചാരണം ആരംഭിക്കുന്നത്. എന്ന് മാത്രമല്ല, ചൈനീസ് പാവകളായിട്ടുള്ള മാലി സർക്കാരിന് ഇത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയായിരിക്കും എന്ന രീതിയിലുള്ള ട്രോളിങ്ങും ഞാൻ നേരത്തെ സൂചിപ്പിച്ച റൈറ്റ് വിങ് ഹാൻഡിലുകൾ തുടർന്നു. ഇത്ര വലിയ രീതിയിൽ ഇന്ത്യയിലെ റൈറ്റ് വിങ് സോഷ്യൽ മീഡിയ ഇന്ത്യൻ ഓഷ്യനിലെ ഒരു ചെറിയ ദ്വീപിന് നേരെ ആക്രമണം അഴിച്ചുവിടാനുള്ള കാരണം എന്തായിരിക്കും? സമീപകാലത്ത് ഇന്ത്യക്കും മാലിദ്വീപിനും ഇടയിലുണ്ടായ ചില സംഭവ വികാസങ്ങളാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. മാലിദ്വീപിലെ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രസിഡന്റുമാർ ഒരു പതിവെന്ന രീതിയിൽ ആദ്യത്തെ ഒഫീഷ്യൽ സന്ദർശനം നടത്താറുള്ളത് ഇന്ത്യയിലേക്കാണ്. എന്നാൽ 2023 തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് മുയ്സു തൻ്റെ ആദ്യത്തെ ഒഫീഷ്യൽ സന്ദർശനം നടത്തുന്നത് തുർക്കിയിലേക്കും പിന്നീട് ചൈനയിലേക്കുമാണ്. ഓർക്കേണ്ട ഒരു വസ്തുത, ഈ വിവാദങ്ങളൊക്കെ നടക്കുമ്പോൾ മാലിദ്വീപിൻ്റെ പ്രസിഡന്റ് നിലവിൽ ചൈനയിൽ ഒഫീഷ്യൽ സന്ദർശനത്തിലാണ്. ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത, ജനുവരി 4-ാം തീയതി മാലദ്വീപ് പ്രസിഡന്റ് നടത്തിയ ഒരു പ്രസ്താവനയാണ്. അദ്ദേഹം പറയുന്നത് മാലിദ്വീപിൽ സ്റ്റേഷൻ ചെയ്തിട്ടുള്ള മുഴുവൻ ഇന്ത്യൻ സൈനികരും ഉടൻ തന്നെ തിരിച്ചു പോകണമെന്നാണ്. ട്വിറ്ററിൽ ഒരു ഭാഗത്ത് ഇന്ത്യൻ ഹാൻഡിലുകൾ വലിയ രീതിയിലുള്ള ട്രോളിങ്ങുമായി മുന്നോട്ട് പോയപ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ടുള്ള ഒരു ക്യാമ്പയിൻ മാലിദ്വീപിൽ നിന്നും ആരംഭിക്കുകയാണ്. പ്രധാനമായും 3 മാലി ഒഫീഷ്യലുകൾ, ഡെപ്യൂട്ടി മിനിസ്റ്റർമാരായ മരിയം ഷൂന, മൽഷ ഷാരിഫ്, ഹസൻ സിഹാൻ എന്നിവരുടെ ട്വീറ്റുകളാണ് വിവാദത്തിലേക്ക് കടന്നതും ഈ പ്രശ്നത്തിനെ ഒരു പുതിയ തലത്തിലേക്ക് എസ്കലേറ്റ് ചെയ്യുന്നതും. ഇതിൽ മാലദ്വീപ് സർക്കാരിൻ്റെ ഡെപ്യൂട്ടി മിനിസ്റ്ററായ മരിയം ഷൂന ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു കോമാളിയാണെന്നും ഇസ്രയേലിൻ്റെ കയ്യിലെ കളിപ്പാവയാണെന്നും പറഞ്ഞുകൊണ്ട് ട്വീറ്റ് ചെയ്തു. തുടർന്ന് മാലദ്വീപിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ഇത് ഒരു പരാതിയായി മാലദ്വീപ് സർക്കാരിൻ്റെ മുന്നിലേക്ക് പോവുകയും തുടർന്ന് ഈ 3 മിനിസ്റ്റർമാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഒരുപക്ഷെ ഇവിടെ അവസാനിക്കേണ്ട ഒരു വിവാദമായിരുന്നു ഇത്. എന്നാൽ ഇന്ത്യൻ സോഷ്യൽ മീഡിയയുടെ സ്ഥിരം സ്വഭാവമായ ബോയ്ക്കോട്ട് ക്യാമ്പയിനിലേക്ക് ഈ വിവാദം കടക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. നിരവധി സെലിബ്രിറ്റികൾ, പ്രത്യേകിച്ച് ബോളിവുഡ് നടീനടന്മാർ ഈ വിവാദത്തിൻ്റെ ഭാഗമാകുന്ന കാഴ്ചയും പിന്നീട് കണ്ടു. നിലവിൽ ഇന്ത്യയിൽ ട്വിറ്ററിൽ ഏറ്റവും അധികം ആളുകൾ ട്വീറ്റ് ചെയ്യുന്ന ഹാഷ്ടാഗ് ബോയ്ക്കോട്ട് മാൽദീവ്സ് ആണ്. ഒരു കാലഘട്ടം വരെ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന മാൽദ്വീപ് എന്ന രാജ്യം ഇത്തരത്തിലേക്ക് മാറാനുള്ള സാഹചര്യം എന്താണ്? മാൽദ്വീപിൻ്റെ ചരിത്രത്തിൽ എന്നൊക്കെ അവർ പ്രതിസന്ധി നേരിട്ടിട്ടുണ്ടോ അന്നെല്ലാം സഹായിച്ചിട്ടുള്ളതാണ് ഇന്ത്യയുടെ ചരിത്രം. ഇതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണം 1988 അന്നത്തെ പ്രസിഡന്റ് ഗയും ഒരു അട്ടിമറി ശ്രമത്തെ നേരിട്ടപ്പോൾ ഇന്ത്യൻ സൈന്യം സഹായിച്ചതാണ്. അന്ന് മാലി ബിസിനസ്മാൻ ആയിട്ടുള്ള അബ്ദുൽ ലുത്തൂഫിയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം തീവ്രവാദികൾ തമിഴ് സെപ്പറേറ്റിസ്റ്റ് സംഘടനയായിട്ടുള്ള പീപ്പിൾസ് ലിബറേഷൻ ഓർഗനൈസേഷൻ ഓഫ് തമിഴ് ഈലത്തിൻ്റെ സഹായത്തോടെ മാലദ്വീപിനെ ആക്രമിക്കുകയുണ്ടായി. ഈ തീവ്രവാദി സംഘത്തിൻ്റെ പിടിയിലേക്ക് പ്രസിഡന്റിൻ്റെ പാലസ് പോലും പോകുന്ന ഒരു സാഹചര്യത്തിൽ അന്നത്തെ പ്രസിഡന്റ് ഗയും അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള രാജീവ് ഗാന്ധിയോട് സഹായം അഭ്യർത്ഥിക്കുകയാണ്. ഉടൻ തന്നെ ഇന്ത്യ സൈന്യത്തെ അയക്കുകയും ഓപ്പറേഷൻ കാക്ടസിലൂടെ തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുകയും മാലദ്വീപിൻ്റെ പരമാധികാരം ഉറപ്പുവരുത്തുകയും ചെയ്തു. മറ്റൊരു മികച്ച ഉദാഹരണം 2014 മാലദ്വീപ് നേരിട്ട കുടിവെള്ള പ്രതിസന്ധിയാണ്. ദ്വീപിലെ ഏക ജലശുദ്ധീകരണ പ്ലാന്റിൻ്റെ തകർച്ചയെ തുടർന്ന് 2014 ഡിസംബർ 4 മാലിയിൽ കുടിവെള്ള പ്രതിസന്ധി ഉണ്ടായപ്പോൾ അടിയന്തര സഹായത്തിനായി മാലിദ്വീപ് ഇന്ത്യയോട് അഭ്യർത്ഥിക്കുകയുണ്ടായി. കുടിവെള്ള സംഭരണികളുമായി C-17 ഗ്ലോബ് മാസ്റ്റർ 3, ഇല്യൂഷൻ 276 തുടങ്ങിയ ഹെവി ലിഫ്റ്റ് ട്രാൻസ്പോർട്ടറുകളെ അയച്ചാണ് ഇന്ത്യ രക്ഷയ്ക്കെത്തിയത്. ഇന്ത്യൻ നാവികസേനയുടെ INS സുകന്യ, അതുപോലെ INS ദീപക് തുടങ്ങിയ കപ്പലുകൾ അവരുടെ ഓൺബോർഡ് ശുദ്ധീകരണ പ്ലാന്റുകൾ ഉപയോഗിച്ച് ശുദ്ധജലം ഉൽപ്പാദിപ്പിക്കാൻ അന്ന് മാലദ്വീപിനെ സഹായിച്ചിരുന്നു. ഇന്ത്യയുടെ ഈ ഹ്യൂമാനിറ്റേറിയൻ ഇടപെടൽ അക്കാലത്ത് വലിയ രീതിയിലുള്ള പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു. മാലദ്വീപിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രേഡ് പാർട്ട്നേഴ്സിൽ ഒരു രാജ്യവും ഇന്ത്യ തന്നെയാണ്. മരുന്നുകൾ തുടങ്ങിയ പല അവശ്യ സാധനങ്ങളും മാലദ്വീപിലേക്ക് എത്തുന്നതും ഇന്ത്യ വഴിയാണ്. അതുപോലെ മിലിറ്ററി, ഡിഫൻസ് പോലുള്ള മേഖലകളിൽ വളരെ വലിയ സൗഹാർദ്ദം ഈ രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. 2008 മുതലാണ് മാലദ്വീപ് ഒരു മൾട്ടി പാർട്ടി ജനാധിപത്യ രാജ്യമായി മാറുന്നത്. അന്നത്തെ തെരഞ്ഞെടുപ്പിൽ പ്രോ ഇന്ത്യ സ്റ്റാൻഡുള്ള മാലദ്വീപിയൻ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥി മുഹമ്മദ് നഷീദ് തിരഞ്ഞെടുക്കപ്പെട്ടു.
എന്നാൽ 2013 തെരഞ്ഞെടുപ്പിൽ പ്രോഗ്രസീവ് പാർട്ടി ഓഫ് മാലദ്വീപിൻ്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി അബ്ദുള്ള യമീൻ നഷീദിനെ പരാജയപ്പെടുത്തുകയും പുതിയ പ്രസിഡന്റായി മാറുകയും ചെയ്തു. വളരെ ഔട്ട്റൈറ്റായി പ്രോ ചൈന സ്റ്റാൻഡുള്ള നേതാവായിരുന്നു യമീൻ. ഈ കാലഘട്ടത്തിലാണ് ഇന്ത്യ മാലദ്വീപ് ബന്ധത്തിലെ ഉലച്ചിലുകൾ ആരംഭിക്കുന്നത്. ഇതിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം 2010-ലും 2015-ലും ഇന്ത്യ മാലദ്വീപിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകിയ ധ്രുവ് അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററുകളുമായി ബന്ധപ്പെട്ട വിവാദമാണ്. ഹ്യൂമാനിറ്റേറിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ ചോപ്പറുകൾ നൽകിയിരുന്നത് എങ്കിലും ഇതുവഴി ദ്വീപിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ പ്രസൻസ് വർദ്ധിക്കുകയാണ് എന്ന ആരോപണം റൂളിംഗ് പാർട്ടിയായ PPM തന്നെ ഉന്നയിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബൈലാറ്ററൽ എഗ്രിമെൻറ്റുകളുടെ ഭാഗമായി ഏകദേശം 100-നടുത്ത് ഇന്ത്യൻ സൈനികർ മാലദ്വീപ്സ് നാഷണൽ ഡിഫൻസ് ഫോഴ്സിനെ പരിശീലിപ്പിക്കാനും മറ്റുമായി ദ്വീപിൽ സ്റ്റേഷൻ ചെയ്തിരുന്നു. ഇതും വിവാദത്തിൻ്റെ ശക്തി കൂട്ടി. 2016-ൽ യമീൻ സർക്കാർ ഇന്ത്യയോട് ചോപ്പറുകൾ തിരികെ കൊണ്ടുപോകാനും സൈനികരെ തിരിച്ചു വിളിക്കാനും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് രണ്ടും ഇന്ത്യ നിരസിക്കുകയാണ് ചെയ്തത്. ഇന്ത്യയുടെ ഈ തീരുമാനം മാലദ്വീപിൻ്റെ പരമാധികാരത്തിന് മുകളിലുള്ള ഇന്ത്യയുടെ കൈകടത്തലായി ചിത്രീകരിക്കപ്പെട്ടു. 2018-ലെ തെരഞ്ഞെടുപ്പിൽ യമീൻ വീണ്ടും അധികാരത്തിൽ വരും എന്നാണ് പൊതുവിൽ കരുതപ്പെട്ടിരുന്നത്. പ്രതിപക്ഷത്തെ ശക്തനായ നേതാവും മുൻ പ്രസിഡന്റുമായ നഷീദ് ചില കേസുകളുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു. ഇതും യമീൻ്റെ സാധ്യതകൾ വർദ്ധിപ്പിച്ചു. എന്നാൽ അപ്രതീക്ഷിതമായി പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചപ്പോൾ യമീൻ പരാജയപ്പെടുകയും മാലദ്വീപിയൻ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയും പ്രോ ഇന്ത്യൻ നിലപാടുമുള്ള മുഹമ്മദ് സോലി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അധികാരത്തിൽ വന്ന ഇബ്രാഹിം മുഹമ്മദ് സോലിയുടെ സർക്കാർ യമീനും കൂട്ടർക്കുമെതിരെ നിരവധി അഴിമതി കേസുകൾ ചാർജ് ചെയ്തു. ഈ ഘട്ടത്തിലാണ് യമീൻ ഇന്ത്യ ഔട്ട്, അതായത് ഇന്ത്യ പുറത്തു പോകണം എന്ന ക്യാമ്പയിൻ മാലദ്വീപിൽ ആരംഭിക്കുന്നത്. സത്യത്തിൽ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാനും തൻ്റെ പേരിലുള്ള അഴിമതി കേസുകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും വേണ്ടി യമീൻ ആരംഭിച്ച ഒരു ക്യാമ്പയിനായിരുന്നു ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ. പ്രധാന ആവശ്യമായി അവർ ഉന്നയിച്ചത് നേരത്തെ സൂചിപ്പിച്ച 100ഓളം ഇന്ത്യൻ സൈനികർ, അതായത് മാലദ്വീപിൻ്റെ സൈന്യത്തിനെ പരിശീലിപ്പിക്കാനും മറ്റുമായുള്ള ഇന്ത്യൻ സൈനികർ ദ്വീപ് വിട്ട് പോകണമെന്നുള്ളതായിരുന്നു. തുടക്കത്തിൽ വലിയ ശ്രദ്ധയോ ആളുകളുടെ പിന്തുണയോ ലഭിക്കാതെ പോയ ഈ ക്യാമ്പയിൻ പതിയെ പതിയെ കൂടുതൽ ആളുകളിലേക്ക് എത്തി. പ്രസിഡന്റ് സോളിയുടെ തുടക്കത്തിലുള്ള ഇനാക്ഷനും പിന്നീടുള്ള ഓവർ റിയാക്ഷനും ഫലത്തിൽ ഈ ക്യാമ്പയിന് ശക്തി പകർന്നു. ട്രാൻസ്പെറൻസി ഒട്ടുമില്ലാത്ത രീതിയിലാണ് ഇന്ത്യയുമായുള്ള കരാറുകൾ ഗവൺമെൻറ് നടപ്പിലാക്കുന്നത് എന്ന വിമർശനം ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ഇത്തരം കരാറുകൾ പാർലമെൻറ്റിന് മുന്നിൽ വെക്കണമെന്നാണ് മാലദ്വീപിൻ്റെ നിയമം. എന്നാൽ നാഷണൽ സെക്യൂരിറ്റി വാദം ഉന്നയിച്ചുകൊണ്ട് ഗവൺമെൻറ് പലപ്പോഴും ഇത്തരം കരാറുകൾ പാർലമെൻറ്റിന് മുന്നിൽ വെക്കാറില്ലായിരുന്നു. ഇത് കൂടുതൽ സംശയങ്ങൾക്ക് കാരണമായി. ഈ അവസരത്തിൽ വലിയ വിവാദമായി മാറിയ മറ്റൊരു പ്രൊജക്ട് UTF ഹാർബറുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. യമീൻ്റെ കാലത്താണ് ഈ കരാർ ഒപ്പിടുന്നത്. ഇത് പ്രകാരം സ്ട്രാറ്റജിക്കലി പ്രധാനപ്പെട്ട ചില ഐലൻഡുകളിൽ ഇന്ത്യ കോസ്റ്റ് ഗാർഡ് ഹാർബറും ഡോക്യാർഡും പണിയാമെന്നും പിന്നീട് അത് മെയിൻറ്റെയിൻ ചെയ്യാമെന്നും കരാറുണ്ടായിരുന്നു. എന്നാൽ സോളി സർക്കാർ വന്ന ശേഷം 2019-ൽ UTF പ്രൊജക്ട് ഒരു ഇന്ത്യൻ നേവൽ ബേസായി മാറുകയാണ് എന്ന ആരോപണം ശക്തമായി പ്രതിപക്ഷം ഉയർത്തി. സൈനിക മേധാവിയായ മേജർ ജനറൽ അബ്ദുള്ള ഷമാൽ ഇത്തരത്തിലുള്ള യാതൊരു പദ്ധതിയും ഇല്ലെന്ന് പൊതുജനത്തിന് ഉറപ്പ് നൽകിയിരുന്നെങ്കിലും വിവാദം അതിൻ്റെ വഴിക്ക് മുന്നോട്ട് പോയി. ഈ ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട 2 വസ്തുതകളുണ്ട്. ഒന്ന്, മാലദ്വീപിൽ വർദ്ധിച്ചു വരുന്ന സലഫി ഇൻഫ്ലുവൻസ് ആണ്. പരമ്പരാഗതമായി സൂഫി പാരമ്പര്യമുള്ള സുന്നി മുസ്ലിങ്ങളാണ് മാലദ്വീപിലുള്ളത്. എന്നാൽ കഴിഞ്ഞ കുറേ കാലമായി സൗദി അറേബ്യയിൽ നിന്നും മറ്റും വരുന്ന റിസോഴ്സസിൻ്റെ ഭാഗമായി സലഫി സ്വാധീനം വർദ്ധിച്ചു വരികയാണ്. സലഫി സ്വാധീനം വളരെയധികമുള്ള PPM സ്വയം അവതരിപ്പിക്കുന്നത് മാലദ്വീപിൻ്റെ ഇസ്ലാമിക പാരമ്പര്യത്തെ സംരക്ഷിക്കുന്ന പാർട്ടി എന്ന രീതിയിലാണ്. പലപ്പോഴും എതിർപക്ഷത്തുള്ള MDP അഥവാ മാലദ്വീപിയൻ ഡെമോക്രാറ്റിക് പാർട്ടി ഇതിനെതിരെ, അതായത് ഇസ്ലാമിക പാരമ്പര്യത്തിനെതിരെ നിൽക്കുന്ന പാർട്ടി എന്ന ആരോപണവും PPM ഉയർത്താറുണ്ട്. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട വസ്തുത, ഇതേ കാലഘട്ടത്തിലാണ് മുസ്ലിം വിരുദ്ധ ആക്രമണങ്ങൾ ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്നത്. ഇന്ത്യയിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ മാലദ്വീപിലും വലിയ ചർച്ചയാകാറുണ്ട്, പ്രത്യേകിച്ച് അവരുടെ സോഷ്യൽ മീഡിയയിൽ. ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന ആൻറ്റി മുസ്ലിം റെറ്ററിക് ഇന്ത്യയോടുള്ള സമീപനം മാറ്റുന്നതിൽ ഒരുപാട് മാലദ്വീപിയൻസിനെ സ്വാധീനിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് BJP നേതാവായ നുപുർ ശർമ്മ 2022-ൽ നടത്തിയ പ്രവാചക നിന്ദ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് മാലദ്വീപിൽ ഉയർത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടുള്ള മുസ്ലിം വിരുദ്ധ ഇമേജും ഈ വിവാദത്തിന്റെ മൂർച്ച കൂട്ടി. ഇസ്ലാമിക തീവ്രവാദവും മാലദ്വീപിൽ വർദ്ധിച്ചു വരുന്നു എന്നതൊരു വസ്തുതയാണ്. 5.6 ലക്ഷമാണ് മാലദ്വീപിന്റെ പോപ്പുലേഷൻ. എന്നാൽ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് പെർ ക്യാപിറ്റ നോക്കിയാൽ ലോകത്തെ ഏറ്റവും അധികം തീവ്രവാദികളെ അയച്ചിട്ടുള്ള രാജ്യം മാലദ്വീപാണ്. യൂറോപ്യൻ ഫൗണ്ടേഷൻ ഫോർ സൗത്ത് ഏഷ്യൻ സ്റ്റഡീസിന്റെ സമീപകാല റിപ്പോർട്ടിൽ പറയുന്നത്
മാൽദ്വീപിൽ നിന്നും ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന 1400 മിലിറ്റൻസ് ഉണ്ടെന്നാണ്. 423 പേർ ഇറാഖിലെയും സിറിയയിലെയും യുദ്ധമേഖലകളിലേക്ക് യാത്ര ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. മാലിദ്വീപിൽ പരമ്പരാഗതമായി ഏറ്റവും ശക്തിയുള്ള ഇന്ത്യയെ പതിയെ തങ്ങളുടെ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകളിലൂടെ ചൈന മറികടക്കുന്ന കാഴ്ചയും ഈ കോണ്ടെക്സ്റ്റിൽ വായിക്കേണ്ടതാണ്. ചൈനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെവലപ്മെൻ്റൽ ഇനീഷ്യേറ്റീവായ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിൽ 2014 യമീൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തന്നെ മാൽദ്വീപ് ചേർന്നിരുന്നു. ചൈനയുമായുള്ള വ്യാപാര ബന്ധങ്ങളും മുൻപുള്ളതിനേക്കാൾ വർദ്ധിക്കുകയാണ്. വർദ്ധിച്ചു വരുന്ന ഈ ചൈനീസ് ഇൻഫ്ലുവൻസ് ഇന്ത്യ മാൽദ്വീപ് ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഈ സാഹചര്യത്തിലാണ് 2023 തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിരവധി കേസുകൾ, അഴിമതി ഉൾപ്പെടെയുള്ള കേസുകൾ തനിക്കെതിരെ ഉള്ളതിനാൽ യമീന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കുമായിരുന്നില്ല. അതിനാൽ PPMൻ്റെ പിന്തുണയോടെ അന്നത്തെ മാലി മേയറായിരുന്ന മുഹമ്മദ് മൊയ്സു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി. ഈ ഘട്ടത്തിൽ മുൻ പ്രസിഡന്റായ നഷീദും നിലവിലെ പ്രസിഡന്റായ സോലിയും തമ്മിലുള്ള ബന്ധം തകരുകയുണ്ടായി. നഷീദിൻ്റെ കൂടി പിന്തുണ മൊയ്സുവിന് വരുന്നതോടെ സോലി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ്റെ പിൻബലത്തോടുകൂടി അധികാരത്തിലേക്ക് വന്ന മൊയ്സു ഗവൺമെൻറ് പ്രതീക്ഷ പോലെ പ്രോ ചൈനീസ് സ്റ്റാൻഡുമായാണ് ഭരണം ആരംഭിച്ചത്. നേരത്തെ സൂചിപ്പിച്ച 2 കാര്യങ്ങൾ: ഒന്ന്, ഇന്ത്യൻ സൈനികരോട് പിൻവാങ്ങാൻ ആവശ്യപ്പെട്ടതും; 2, ഇന്ത്യ സന്ദർശിക്കുന്നതിന് മുന്നേ ഒഫീഷ്യൽ വിസിറ്റ് ചൈനയിലേക്ക് പോകുന്നതും ഇതിൻ്റെ മുന്നോടിയായി കരുതാം. ഇത്തരമൊരു സാഹചര്യത്തിലാണ് നിലവിലെ സംഭവ വികാസങ്ങൾ ഉടലെടുക്കുന്നത്. ഈ ഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്നും വരുന്ന സുപ്രധാനമായൊരു വാർത്ത ഈസ് മൈ ട്രിപ്പ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ നിന്നാണ്. ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള ഈ സ്റ്റാർട്ടപ്പിൻ്റെ ഫൗണ്ടർ നിഷാന്ത് പിറ്റി തങ്ങളുടെ വെബ്സൈറ്റ് വഴി മാലദ്വീപിലേക്കുള്ള എല്ലാ ബുക്കിങ്ങും ക്യാൻസൽ ചെയ്തതായി പ്രസ്താവന നൽകി. അതോടൊപ്പം ലക്ഷദ്വീപ്, അയോധ്യ പോലുള്ള ഇന്ത്യൻ ഡെസ്റ്റിനേഷനുകൾ ഇൻ്റർനാഷണൽ ടൂറിസ്റ്റുകൾക്ക് പ്രിയപ്പെട്ടതായി മാറുകയാണ് തങ്ങളുടെ ആഗ്രഹമെന്നും കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ ടൂറിസം വളരണം എന്ന് ഒരു ഇന്ത്യക്കാരൻ ആഗ്രഹിക്കുന്നത് ഒട്ടും തെറ്റ് പറയാൻ കഴിയുന്ന കാര്യമല്ല, മറിച്ച് അഭിനന്ദിക്കേണ്ട കാര്യം കൂടിയാണ്. എന്നാൽ ഈ അടുത്ത കാലത്ത് ഇന്ത്യക്കെതിരെ ഇത്തരത്തിൽ കടുത്ത രീതിയിലുള്ള ആക്രമണങ്ങൾ മറ്റ് ചില രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് കാനഡ ഔദ്യോഗികമായി ഇന്ത്യ തങ്ങളുടെ പൗരനായ ഖലിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് നിജ്ജറിൻ്റെ കൊലപാതകത്തിൽ പങ്കെടുത്തു എന്ന വളരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരുന്നു. എന്ന് മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ ഒറ്റപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ മാലദ്വീപ് വിഷയം പരിശോധിച്ചാൽ അതിനേക്കാൾ എത്രയോ ഗുരുതരമായ വിഷയമാണ് ഞാൻ സൂചിപ്പിച്ച കാനഡയുമായിട്ടുള്ള പ്രശ്നം. എന്നാൽ അന്നൊന്നും ഈസ് മൈ ട്രിപ്പ് പോലുള്ള സ്റ്റാർട്ടപ്പുകൾ ഇത്തരം നിലപാടെടുത്തതായി നമ്മൾ കണ്ടിട്ടില്ല. അതിനാൽ തന്നെ കിട്ടിയ അവസരത്തിൽ ദേശീയതയുടെ കാർഡിറക്കി ബിസിനസ് വളർത്താനുള്ള ശ്രമമായി മാത്രമേ ഇതിനെ കാണാൻ സാധിക്കൂ. ഇന്ത്യൻ സെലിബ്രിറ്റികളുടെ ഇടപെടലും ഈ ഘട്ടത്തിൽ പറയേണ്ടതാണ്. പൊതുവിൽ രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളിൽ പ്രതികരിക്കാത്ത നിരവധി പേർ ബോയ്ക്കോട്ട് ക്യാമ്പയിൻ്റെ ഭാഗമാണ്. ഇതിൽ പതിവ് പോലെ അബദ്ധങ്ങളുടെ ഒരു നീണ്ട നിര കാണാവുന്നതാണ്. ഉദാഹരണത്തിന്, ലക്ഷദ്വീപിനെ പ്രൊമോട്ട് ചെയ്ത് പ്രമുഖ ബോളിവുഡ് നടനായ രൺവീർ സിംഗ് ഇട്ട ട്വീറ്റ് നോക്കുക. ഇതിൽ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞുകൊണ്ട് രൺവീർ സിംഗ് ഇട്ട ചിത്രം മാലദ്വീപിൻ്റേതാണെന്ന് സോഷ്യൽ മീഡിയ തുറന്നു കാട്ടുകയുണ്ടായി. അതുപോലെ ഏറ്റവും വലിയ രീതിയിൽ ബോയ്ക്കോട്ട് മാലദ്വീപ് ക്യാമ്പയിന് മുന്നിൽ നിന്നത് ബോളിവുഡ് നടനായ അക്ഷയ് കുമാർ ആയിരുന്നു. എന്നാൽ ദിവസങ്ങൾക്ക് മുന്നേ താരം മാലദ്വീപിൽ വെക്കേഷൻ ആഘോഷിക്കുന്ന ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. ഇവിടെ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇതൊരു ഡിപ്ലോമാറ്റിക് ഇഷ്യൂ ആണ് എന്നുള്ളതാണ്. അതായത് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിലൂടെ സോൾവ് ചെയ്യേണ്ട ഒരു പ്രശ്നമാണ്. ഇപ്പോഴും നിരവധി ഇന്ത്യൻ ഇൻട്രസ്റ്റുകൾ ഡെവലപ്മെൻ്റൽ പ്രോജക്റ്റുകളുടെ രൂപത്തിലും മറ്റുമായി മാലദ്വീപിലുണ്ട്. അത് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു രാജ്യത്തിൻ്റെ പരമപ്രധാനമായിട്ടുള്ള താല്പര്യം. അതുകൊണ്ട് തന്നെയാണ് ഇരു രാജ്യങ്ങളും പിന്നീട് ഈ വിഷയത്തിനെ കൂടുതൽ എസ്കലേറ്റ് ചെയ്യാതെ പരമാവധി ഡൗൺ പ്ലേ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. അത്തരമൊരു സാഹചര്യത്തിൽ ആ വിഷയം അവിടെ അവസാനിക്കേണ്ടതാണ്. എന്നാൽ നിലവിലെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഏതൊരു വിഷയത്തിനെ നിർഭാഗ്യവശാൽ ഒരു ബോക്സിംഗ് മാച്ച് പോലെ ഇന്ത്യ മറ്റൊരു രാജ്യത്തിനെ അടിച്ചിരുത്തി അല്ലെങ്കിൽ ഇടിച്ചു വീഴ്ത്തി എന്നൊക്കെയുള്ള രീതിയിൽ അവതരിപ്പിക്കുന്ന പ്രവണത നിലവിലുണ്ട്. ഒരു രാജ്യത്തിൻ്റെയും ഡിപ്ലോമാറ്റിക് ഇൻട്രസ്റ്റുകളെ ഒരു തരത്തിലും സഹായിക്കുന്നതല്ല ഇത്തരം നിലപാടുകൾ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കാലഘട്ടം വരെ ഇന്ത്യക്ക് സ്വാധീനമുണ്ടായിരുന്ന പല സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലും ഇന്ത്യയെ ചൈന മറികടക്കുന്ന സാഹചര്യം ഇന്നുണ്ട്. ഫലസ്തീൻ പോലുള്ള വിഷയങ്ങളിൽ ഇന്ത്യ സമീപകാലത്തെടുത്ത നിലപാടുകൾ പല മൂന്നാം ലോക രാജ്യങ്ങളിലും വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ബോയ്ക്കോട്ട് മാലദ്വീപ് പോലുള്ള ക്യാമ്പയിൻ ഇന്ത്യയെ കൂടുതൽ ഒറ്റപ്പെടുത്താനും ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള പ്രോ ചൈനീസ് എലമെൻറ്റുകൾക്ക് മാലദ്വീപിൽ കൂടുതൽ സ്വാധീനമുണ്ടാക്കാനും മാത്രമേ സഹായിക്കൂ. അല്ലെങ്കിലും കേരളത്തിൻ്റെ ഒരു നഗരത്തിൻ്റെ
ജനസംഖ്യ പോലും ഇല്ലാത്ത ഒരു രാജ്യത്തിനെ ഇന്ത്യ തോൽപ്പിച്ചു എന്ന് പറയുന്നതിൽ എന്താണ് അഭിമാനിക്കാനുള്ളത്? വരും ദിവസങ്ങളിൽ ഈ പ്രശ്നം ഡിപ്ലോമസിയിലൂടെ പരിഹരിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കാം. പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചുവടെ കമൻറ്റായി രേഖപ്പെടുത്തുക. നന്ദി.